വളരെ ലളിതമായിട്ട് ഡ്രസ് ചെയ്യുക, വളരെ അപ്പീലിംഗ് ആയിട്ട്, അല്ലെങ്കിൽ അതാ പറഞ്ഞത് സ്റ്റൈൽ ചെയ്യാന്ന് പറയുന്നത് വലിയ ബ്രാൻഡഡ് ഡ്രസ് ഇടുന്നതിലല്ല സ്റ്റൈലിംഗ്. സ്റ്റൈലിംഗ് ഈ പറഞ്ഞ പോലെ നിനക്ക് ചേരുന്ന, നിനക്ക് കംഫർട്ടബിൾ ആയി നിനക്ക് തോന്നുന്ന എന്തും ഓക്കെയാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഡ്രസ് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു എലഗന്റ് ആയിട്ട് ഡ്രസ് ചെയ്യാന്നുള്ളതാണ് ബ്രാൻഡിനപ്പുറം. നേരത്തെ സംസാരിച്ച സമയത്ത് ഈ പ്രണയങ്ങളെ പറ്റി സംസാരിച്ചല്ലേ, ഈ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ആ ഒരു ഇഷ്ടം, അത് ഇഷ്ടമുള്ള സ്ട്രാറ്റജീസ് ഒക്കെ സംസാരിച്ചല്ലേ. ഇതിലൊരു ഭയങ്കര രസമുണ്ട്, ഭയങ്കര ഫണ്ണുണ്ട്, അത് തിരിച്ചറിഞ്ഞ ശരിക്കും ഏത് ക്ലാസ്സില്ല. കുറെ പ്രണയങ്ങൾ ഇത് ഭയങ്കര രസമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആളുകളുടെ ഒരു അറ്റൻഷൻ കിട്ടുന്ന ഒരു ലവ് കിട്ടുന്നുണ്ട്, ഇതിപ്പോ ഭയങ്കര ഇഷ്ടം തോന്നിയ ആ ഒരു കാലഘട്ടം ഏതാ, എത്രാം ക്ലാസ്സാ? പെൺകുട്ടികളെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് ഡെഫിനറ്റ്ലി മാറ്റേഴ്സ് ഇല്ലെന്നല്ല. ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് അവര് ആദ്യമായി ശ്രദ്ധിക്കുക ചിലപ്പോ ഒരാളെ കാണുമ്പോൾ അയാളെ എങ്ങനെ ഇരിക്കുന്നു, കാണാൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഏറ്റവും വലിയ സൗന്ദര്യം അയാളുടെ സംസാരവും അയാളുടെ സ്വഭാവമാണ്. അപ്പൊ എനിക്ക് എന്റെ സംസാരം ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ് ചെറുപ്പം മുതലേ. എന്റെ ക്ലാസ്സിലുണ്ടായിരുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ നമ്മളൊരു ചാം വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ചാം വർക്കൗട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ഒന്ന് ചിരിക്കുക, ഒന്ന് സംസാരിക്കുക, ചെറിയ രീതിയിലുള്ള സാധനങ്ങൾ. അപ്പൊ നമ്മൾ ആവറേജ്, നമുക്ക് ഒരിക്കലും നമ്മൾ കോൺഫിഡൻസ് കളയരുത്. നമ്മളിപ്പോ ഒരു ലുക്ക് വൈസ് നമ്മളിപ്പോ ഒരു ആവറേജ് ആയിരിക്കും. ഇപ്പൊ ഞാനൊരു ആവറേജ് ലുക്കിംഗ് ആളാണെങ്കിലും നമ്മൾ കോൺഫിഡൻസ് കളയരുത്. നമ്മുടെ സംസാരവും നമ്മുടെ സ്വഭാവത്തിലാണ് പെൺകുട്ടികളെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്റെ എക്സ്പീരിയൻസിലൊക്കെ എന്നെ ഇഷ്ടപ്പെട്ട കുട്ടികളൊക്കെ നമ്മുടെ സംസാരവും നമ്മുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മഹത്തായ സ്വഭാവമൊന്നുമല്ല, പക്ഷെ കാണിക്കൂലല്ലോ ഇതാണ് അവളെയാണെന്നുള്ളത്. അവരോട് കാണിക്കുമ്പോൾ ഭയങ്കര എന്തോ വലിയ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്തകളും ഉള്ളിൽ ഷോവിനിസ്റ്റ് ഒക്കെ ആയിരിക്കും. ഞാനല്ലായിരുന്നു, പക്ഷെ എന്നാൽ പോലും വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്തകളും വളരെ ഫെമിനിസ്റ്റ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എംപവർമെന്റ് വേണ്ടി സംസാരിക്കുന്ന ആളൊക്കെ ആയിട്ട് അവരെ തോന്നിപ്പിക്കും. നൈസ് ഗൈ ഒക്കെ തോന്നിപ്പിക്കും. പിന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോ എനിക്ക് പെൺകുട്ടികൾ പറയുന്നത് എനിക്ക് ഷാറൂഖിന്റെ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാറൂഖ്. എനിക്ക് ഐ ലവ് മറ്റേ മൈക്കിൾ ജാക്സന്റെ മ്യൂസിക്, പോപ്പാണ് എന്റെ. പോപ്പാണോ? നമ്മൾ അവരുടെ ഇഷ്ടങ്ങൾ എന്താണോ അതിനെല്ലാം ഒന്നിനും നമ്മൾ എതിർപ്പില്ല. ഓക്കെ, എല്ലാത്തിനും ഓക്കെയാണ്. കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. നിന്റെ ഇഷ്ടങ്ങൾ എന്റെ ഇഷ്ടങ്ങളോ, എന്റെ ഇഷ്ടങ്ങൾ നിന്റെ ഇഷ്ടങ്ങളോ, അവരുടെ ഇഷ്ടങ്ങൾ എന്റെ ഇഷ്ടങ്ങള് നിന്റെ ഇഷ്ടമായില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ നമ്മൾ പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ എല്ലാ ഇഷ്ടങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളാക്കിയേ പറ്റൂ. അപ്പൊ ഏറ്റവും ടഫായിട്ട് അങ്ങനെ ക്രാക്ക് ചെയ്തൊരു ലവ് ഏതാ? അല്ല, അങ്ങനെ എനിക്ക് ടഫായിട്ടുള്ള സംഭവമൊന്നുമില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കും, പ്ലസ് 2 പഠിക്കുന്ന പെൺകുട്ടികളെ വളർന്നു ട്യൂഷന് പോയിട്ട്, പ്ലസ് 2 ട്യൂഷന് പോയിട്ട് അതിനുവേണ്ടി പ്ലസ് 2 സിലബസ് അടക്കം ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. ടഫൊക്കെ നമുക്ക് ഇതൊക്കെ ടഫാണ് അങ്ങനെ പറഞ്ഞു വരുമ്പോ. അല്ല, ഇതൊക്കെ ഒരു കാലമല്ലേ. ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അനിയനായിരുന്ന സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് എന്ന് പറയുന്നത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ 5ാം ക്ലാസ്സിലാണ്. ഓക്കെ, അനിയൻ സുഹൃത്ത് എന്ന് പറയാൻ കാരണം അവൻ ഒരു കാലയളവ് മുഴുവൻ എന്റെ കൂടെ തന്നെയായിരുന്നു. അവന് ആദ്യമായിട്ട് ഒരു പ്രണയം സെറ്റ് ചെയ്ത് കൊടുക്കുന്നൊക്കെ ഞാൻ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ. കാരണം അവന്റെ പെങ്ങളെ എനിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് പിന്നെ കൊണ്ട് നടക്കും. കാരണം അവന്റെ പെങ്ങൾ എന്നെ ആദ്യം തന്നെ അവൾക്ക് എന്നോട് താല്പര്യമില്ലാത്ത കാരണം അവൾ എന്നെക്കാൾ 2 ദിവസം മൂത്തതായിരുന്നു. അവളെ അനിയനെ പോലെ കണ്ടിരുന്നത്. അതെനിക്ക് സഹിക്കാൻ പറ്റിയിരുന്നില്ല. ഓക്കെ, അപ്പോ എന്നുവെച്ചാൽ ഞാൻ 10ൽ പഠിക്കുമ്പോൾ ആ കുട്ടി പ്ലസ് 2 ആയിരുന്നു. പക്ഷെ സിംഗിൾ ആയിരുന്നു ആ കുട്ടി. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ പ്രായം ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ ഇവനെ വെച്ചിട്ടാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്തത്. കാരണം അവിടെ നടക്കില്ലെന്ന് മനസ്സിലായപ്പോ. അപ്പൊ ഇവൻ എല്ലാ ദിവസവും ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കും, ഇവൻ എല്ലാ ദിവസവും മറ്റേ എന്നൊക്കെ ആക്കി കൊടുത്തിട്ട് ഇവനെ ഞാൻ പറഞ്ഞു വിട്ടിട്ട് എന്നെ പറ്റി പോക്കി പറയാൻ വേണ്ടി പറയില്ല. പക്ഷെ ഇവൻ അങ്ങനെ എന്നെ പറ്റി സംസാരിച്ച് ആ വഴി ഞാൻ പിന്നെ വീട്ടിലേക്ക് പോയി, ഇവന്റെ കൂടെ വീട്ടിലേക്ക് പോയി അങ്ങനെ അതൊക്കെ തന്നെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളൊരു ഫ്ലാറ്റില് ഡെയിലി നമ്മളൊരു ടൗൺഷിപ്പാന്ന് ഇരിക്കുക. ഈ ടൗൺഷിപ്പിനകത്ത് താമസിക്കുന്ന സമയത്ത് നീ ഡെയിലി ആ കോളനിക്കകത്ത് ഒരു പെൺകുട്ടീനെ കാണുന്നു. ചിലപ്പോൾ അമ്മയുടെ കൂടെ ഇരുന്ന് നടക്കാൻ വരിക, സുഹൃത്തിന്റെ കൂടെ ഇരുന്ന് നടക്കാൻ വരിക. നീ നടന്ന് ക്രോസ് ചെയ്ത് പോകുമ്പോൾ നമ്മളൊരു ചെറിയ ലുക്ക് കിട്ടും. ആദ്യത്തെ കാണുന്ന സമയത്ത് ഒന്ന് കണ്ടു, പെൺകുട്ടി ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, നമ്മൾ വീണ്ടും നടക്കുന്നു. രണ്ടാമത്തെ പിന്നെ ഒരു 3 ദിവസം കഴിയുന്നു, 4 ദിവസം കഴിയുന്നു, 5 ദിവസം കഴിയുന്നു. ചിലപ്പോൾ ഒരു 5ാമത്തെ ദിവസം നമ്മൾ കാണുമ്പോൾ സ്ഥിരമായി നടക്കുന്ന ഒരാളെ കാണും, നമ്മൾ ചിരിക്കും. അപ്പൊ അവളും ചിലപ്പോൾ ചിരിക്കും. പക്ഷെ നമുക്ക് സംസാരിക്കാനുള്ള അപ്പോഴും ഒരു അവസരം ഉണ്ടാവില്ല. ചിലപ്പോൾ അവളുടെ കൂടെ ഒരു കൂട്ടുകാരി ഉണ്ടാവാം, ഒറ്റയ്ക്ക് നടക്കേണ്ട കാര്യമില്ല.
അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ കുട്ടി എന്തായാലും പുറത്ത് എവിടെയും പോകും. പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു അന്ന്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഞാനും 10ൽ പഠിക്കുന്നു, കോളനിക്കകത്ത് ഇതേപോലെ വേറൊരു കുട്ടി. അപ്പൊ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കോയിൻസിഡൻസ് വർക്ക്ഔട്ട് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ എവിടെയൊക്കെ പോകാൻ സാധ്യത, ട്യൂഷന് പോകുമായിരിക്കും, ഓക്കെ, അച്ഛനും അമ്മയും ഇല്ലാതെ ഈ സുഹൃത്തില്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചപ്പോ അപ്പൊ നമ്മളൊന്ന് വാച്ച് ചെയ്യുക, ഇവൾ ഏതൊക്കെ സമയത്താണ് എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പണിയെടുക്കണം. അപ്പൊ എവിടെയൊക്കെ പോകുന്നു ഒന്ന് ഫോളോ ചെയ്യുക, സ്റ്റോക്ക് ചെയ്യുന്ന പോലത്തെ പരിപാടി. അങ്ങനെ ഇതേപോലെ ഒരു സൂപ്പർ മാർക്കറ്റിലോ ഒരു സ്ഥലത്തോ ഇവൾ ഇതേപോലെ ഞാൻ കണ്ടിരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവള് സ്കൂൾ വിട്ടിട്ട്, ഇവള് വേറെ സ്കൂളിലാണ് പഠിച്ചിരുന്നത്, ആ സ്കൂൾ വിട്ടിട്ട് വൈകുന്നേരം ബസ്സിൽ കയറുന്നതിന്, അവളുടെ സ്കൂൾ ബസ്സിൽ കയറുന്നതിന് മുന്നേ എല്ലാ ദിവസവും ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഒന്നുമില്ല, 2 ദിവസം ഞാൻ വളരെ കോയിൻസിഡന്റലി ഇതേപോലെ ഐസ്ക്രീം കടയിൽ വെച്ചിട്ട് ഞാൻ അവിടെ പോയി നിൽക്കുന്നു, ഐസ്ക്രീം വാങ്ങിക്കുന്നു, കാണുന്നു, ഹിയർ, അത്രേ ഉള്ളൂ. അപ്പോ ഒരു ഹൗ കം യു ആർ ഹിയർ, നമ്മളൊരു ഫ്ലാറ്റില്, അപ്പൊ അവിടെ ഒരു സംസാരമായി. ഇങ്ങനെയുള്ള കോയിൻസിഡൻസ് നമ്മൾ വളർത്തി, ഇതൊക്കെ തന്നെയാണ് കൗതുകം, പഴയ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന സാധനം. ഇത് നമുക്ക് വളർത്തിയെടുത്ത് ഡെവലപ്പ് ചെയ്ത് സംസാരിച്ച് പിന്നെ കോളനി കാണുന്ന സമയത്ത് ഹായ് ഒരു സംസാരമായി. പിന്നെ നമ്പർ വാങ്ങിച്ചു, പിന്നെ മെസ്സേജ് അയച്ചു, പിന്നെ ഈ മറ്റേ കുട്ടീനെ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മളായിരിക്കും ഇതിന്റെ അകത്ത് നടക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഈ ചെറിയ ചെറിയ കോയിൻസിഡൻസിലൂടെ നമുക്ക് നുഴഞ്ഞു വരാനുള്ള വഴികളാണ്. ഇതൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും, മനസ്സിലായത്. ഇതൊക്കെ അല്ലാണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനധികം, ഇപ്പൊ ഞാനിപ്പോ 5ാം നേരത്തെ പറഞ്ഞ പോലെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതെന്റെ ഒരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു കൊടുത്ത്, അവനൊരു പെൺകുട്ടിനോട് ഭയങ്കര പ്രണയം. കാരണം വെച്ചാൽ അവൻ 8ലും ഈ പെണ്ണ് 5ലും പഠിക്കണേ, 5ലല്ല 4ലാണ് പഠിക്കണേ. അപ്പൊ 4 പഠിക്കുന്ന സമയത്ത് തന്നെ അപ്പൊ ഞാൻ പറഞ്ഞ 4ലാണ് ആ കുട്ടി പഠിക്കണേ, കുഞ്ഞ് നീ 8ലും, അവൻ 8ലോ 9ലോ ഒറ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞ്, ഇപ്പൊ നീ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കാരണം ഇപ്പൊ പോയിട്ട് അവളോട് ഐ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് പറയാം അച്ഛനോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, ഇവള് 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ 4ലും പഠിക്കുകയാണല്ലോ ദൂരി. അങ്ങനെ ഇവനോട് ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഇപ്പോ ജ്യൂസ്, ചോക്ലേറ്റ് ഇതുപോലത്തെ സംഭവമൊക്കെ എന്തായാലും ഇവന്റെ പ്രായം വലിയ വയസ്സ് വ്യത്യാസമില്ല, 4 വയസ്സേ ഉള്ളൂ, ഇവനൊരു 8. നീ എന്തായാലും +2 എത്തുമ്പോ അവൾ 8 എത്തും, ഓക്കെ. നീ +2 എത്തുമ്പോ 8, അവൾ 8ാം ക്ലാസ്സിലാവും. അപ്പൊ അവൾക്ക് കുറച്ചുകൂടെ കാര്യപ്രാപ്തിയും കാര്യങ്ങളും ഉണ്ടാവും, അതല്ലേ, അല്ലെങ്കിൽ കാര്യങ്ങളെ കുറിച്ചൊക്കെ. അപ്പൊ ഒരു പ്രണയം മനസ്സിൽ ഈ ഹോർമോണൽ ചേഞ്ച് ഒക്കെ വരുന്ന സമയത്ത് കുട്ടി ടീനേജിലോട്ട് കിടക്കുന്ന സമയത്ത് കുട്ടിക്ക് ഇത്തരത്തിൽ ഇത് വരും. അതുവരെ നല്ല ജ്യൂസും ബിസ്ക്കറ്റും ചോക്ലേറ്റും വാങ്ങിച്ച് എല്ലാ ആഴ്ചയും ജ്യൂസും ബിസ്ക്കറ്റും അവിടെ കളിക്കാൻ വേണ്ടിരുന്ന ഗ്രൗണ്ടിൽ മറ്റേ സീസോയിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടീനെ വളച്ചു. ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി അങ്ങനെ പ്ലാൻ ചെയ്ത്. അപ്പൊ ഇത് ഞാൻ പറയാൻ ഇത് നമ്മൾ പുറത്തു പറയുന്നത് ഭയങ്കര തോന്നിയ ദിവസമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ പേരിടും, FF എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കാണുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ ചെന്നൈ കഥകളാണ്. FF ആട്ടോ, ഫ്യൂച്ചർ ഫിഗർ. FF എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ഫിഗർ, ഫ്യൂച്ചറിൽ ഫിഗർ ആവും. ഇപ്പൊ നമ്മൾ നോക്കുന്നത് തന്നെ ഇതൊക്കെ ഞങ്ങള് സ്കൂളിലാണ് പഠിക്കണേ, ഈ കുട്ടികളെ സ്കൂളിലായിരിക്കും, പക്ഷെ ഒരു 3-4 വയസ്സിന്റെ ഇളയതായിരിക്കും. അപ്പൊ ഞാൻ 8ൽ പഠിക്കുന്നു, അല്ലെങ്കിൽ 9ൽ പഠിക്കും, ഈ കുട്ടികൾ 5ലോ 4ലായിരിക്കും. പക്ഷെ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ടീനേജിലോട്ട് കിടക്കുകയും ഇവരവരോട്ട് എത്തുകയും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് അടുത്ത പ്രശ്നം വെച്ചാൽ നമ്മളെ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും കുട്ടികളുണ്ടല്ലോ, നമ്മളെ മൈൻഡ് ചെയ്യില്ല. ഇവർക്ക് +2 പഠിക്കുന്ന പിള്ളേർ ആൺപിള്ളേർക്ക് ഇഷ്ടം, സൈക്കോളജി ഉണ്ട് ഇതിനകത്ത്. എപ്പോഴും നീ ശ്രദ്ധിച്ചാൽ നമ്മുടെ 9ലും 10ലും പഠിക്കുന്ന പെൺകുട്ടികൾക്ക് തന്നെ സീനിയേഴ്സിനോട് താല്പര്യമുണ്ടോ, ഒരു ട്രാക്ക് ഉണ്ട്. 10ാം ക്ലാസ്സിലുള്ള ആൺകുട്ടികളെ വേണ്ടി വരില്ല, ക്രഷ്. പക്ഷെ എന്റെ ക്ലാസ്സിലുള്ള സമയത്ത് എന്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് എനിക്ക് എന്നെ ഇഷ്ടമായിരുന്നു, എനിക്ക് സീനിയേഴ്സിനെ ഇഷ്ടമായിരുന്നു, സീനിയേഴ്സിന് എന്നെ ഇഷ്ടം. എഡ്യൂക്കേഷൻ ഒഴിച്ച് വിദ്യാഭ്യാസം വട്ടപൂജ്യം. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ